Hi friends, welcome back to my channel. ഇനി ഞാൻ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്വിസ് റോളിൻ്റെ റെസിപ്പി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പിങ്ക് ക്രീമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ വാഷ് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ സ്വിസ് റോളിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ബാറ്ററിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് അരിപ്പയിലോട്ട് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. അപ്പോൾ 2 മുട്ട വെച്ചിട്ടുള്ള ബാറ്ററാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. 1/2 കപ്പ് എടുക്കുന്ന ടൈമിൽ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് എടുക്കുക. ഇത് 2-3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. പൊടിയോ വല്ലതുണ്ടെങ്കിൽ പോയി കിട്ടാനും പിന്നെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 മുട്ട ക്ലീനായ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതാവണം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു മണിക്കൂർ മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കണം. ഒട്ടും തണുപ്പ് ഉണ്ടാവാൻ പാടില്ല. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് മൈദ എടുത്തതുകൊണ്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ ഒരു 1/4 കപ്പ് കുറച്ചധികം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് പതിപ്പിച്ചെടുക്കാം. മുട്ടയുടെ ആ യെല്ലോ കളർ മാറിയിട്ട് നല്ല വൈറ്റ് കളർ ആവുന്നത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല വൈറ്റ് കളറിൽ ഉണ്ടാവും. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ബാറ്ററിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും കുറച്ചായിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ഒരുമിച്ച് അങ്ങ് തട്ടിക്കൊടുത്താൽ ബാറ്റർ താണു പോകും. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. 2-3 പ്രാവശ്യമായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അഥവാ ബാറ്റർ നല്ല കട്ടിയായിട്ട് തോന്നിയാൽ മാത്രം 1-2 ടേബിൾ സ്പൂണ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പാലൊന്നും ചേർത്തിട്ടില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വിസ് റോളിലേക്ക് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്വിസ് റോളാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അവസാനമായിട്ട് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇട്ട് കൊടുത്താൽ കട്ട് ചെയ്യുന്ന ടൈമിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്രീനും റെഡുമാണ് എടുത്തിട്ടുള്ളത്. കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സ്വിസ് റോൾ തയ്യാറാക്കുന്ന സമയത്ത് അധികം കട്ടിയിൽ നമ്മളിപ്പോൾ കേക്കൊക്കെ ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലല്ല ചെയ്തെടുക്കാൻ, നല്ല തിന്നായിട്ടാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വലിയ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വലിയ പാൻ എടുത്താൽ നമുക്ക് നല്ല നേരിയതായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു പാന് 9 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ വലിയ പാൻ എടുത്താൽ നല്ല വലിയ നേരിയതായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന അത്രയും ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കേക്ക് കുക്കായിട്ട് കിട്ടുന്നതാണ് നേരിയതായതുകൊണ്ട്. ഇനി നമുക്ക് ക്ലോസ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കത്തിയോ ടൂത്ത് പിക്കോ വെച്ചിട്ട് നമുക്ക് വെന്തോ നോക്കാം. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ട്. തണിഞ്ഞ് വന്നാൽ നമുക്കിതൊരു മറ്റേ ഫോയിലിലോട്ട് വെച്ച് കൊടുക്കാം. ഫോയിലിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ വെച്ച് കൊടുക്കാം. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് പിങ്ക് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് കേക്കിൽ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ക്രീം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാ സൈഡിലും ഒരുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം.
അപ്പം നേരിയ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് കുറച്ച് കട്ടിയായി പോയാൽ നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൈദയൊക്കെ കൂടിപ്പോയാലും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വിസ് റോൾ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 മണിക്കൂറിന് ഫ്രിഡ്ജിലിരുന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ടൈം വെച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നല്ല റോളായിട്ട് കിട്ടില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്വിസ് റോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.